നമസ്കാരം. ഇന്ന് മോർണിംഗ് വൈബ്സ് ഉള്ളത് മലപ്പുറത്തെ വളരെ പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമായ പൊന്നാനിയിലാണ്. പൊന്നാനി നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരുപാട് രാഷ്ട്രീയമായി നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡലമാണ്. ഇവിടെ ഇത്തവണയും മത്സരം കാര്യമായി തന്നെ ഉണ്ട്. അബ്ദുൾ സമദ് സമദാനിയെ നേരിടാൻ KS ഹംസ എത്തുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ നിരവധിയായ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇതിനോടൊപ്പം കിരൺ ബാബുവും ചേരുന്നുണ്ട്. പൊന്നാനിക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നേരത്തെ മഞ്ചേരി ആയിരുന്നു, മഞ്ചേരി പിന്നീട് പൊന്നാനി ആയപ്പോഴൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊക്കെ ഒരുപാട് സാക്ഷ്യം വഹിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വരുന്നവർ മത്സരിക്കുന്നു, ലീഗിൽ നിന്ന് വരുന്നവർ മത്സരിക്കുന്നു, LDF സ്ഥാനാർത്ഥികളായി. അങ്ങനെ ഈ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന് എപ്പോഴും പൊന്നാനിയെ വിശേഷിപ്പിക്കുമ്പോൾ പോലും ഒരിക്കലും LDF അല്ലെങ്കിൽ CPM ഇവിടുത്തെ മത്സരത്തെ ഒട്ടും കുറച്ച് കണ്ടിട്ടില്ല. കാരണം രാഷ്ട്രീയമായി ഒരുപാട് തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് അവർ പല വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല എങ്കിൽ പോലും പൊന്നാനിക്ക് ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനുണ്ടല്ലേ കിരൺ? രഞ്ജിത്തെ, പൊന്നാനിയെ സംബന്ധിച്ച് ഒരു അരനൂറ്റാണ്ട് കാലമായി ലീഗ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് പൊന്നാനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മലപ്പുറം എന്തിനു പോലും ആ തരത്തിൽ പറയാൻ കഴിയില്ല. ഇടയ്ക്ക് TK ഹംസ ഇപ്പോഴത്തെ മലപ്പുറത്തിന് മുമ്പ് മഞ്ചേരി ആയിരുന്ന ഘട്ടത്തിൽ TK ഹംസ അടക്കം വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പൊന്നാനിയെ സംബന്ധിച്ച് ലീഗിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായി ലീഗിന്റെ പ്രധാനപ്പെട്ട ബനാത്ത് വാല അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, മലയാളികൾ പോലും അല്ലാത്ത ആളുകളെ തുടർച്ചയായി വിജയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ ഇവിടെ ഇപ്പോഴാണ് ചില MP മാരൊക്കെ മണ്ഡലത്തിൽ എത്തുന്നില്ല എന്നൊക്കെ പരാതി വരുന്നത്. ബനാത്ത് വാലയെ കുറിച്ചൊക്കെ പലപ്പോഴും വന്ന് പറഞ്ഞിരുന്നത് ഈ ഇലക്ഷൻ സമയത്ത് മാത്രമാണ്, അതും കുറച്ച് യോഗങ്ങൾ മാത്രം വന്നു പോകും, പക്ഷെ ആ വന്നു പോയാൽ മാത്രം മതി, ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. അത്രത്തോളം ലീഗിന്റെ ഒരു വലിയ കോട്ടയായിരുന്നു. CPM കഴിഞ്ഞ കുറെ കാലമായി വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, പാർട്ടി സ്ഥാനാർത്ഥികളെയൊക്കെ മാറ്റിയിട്ട് ലീഗിൽ നിന്ന് വരുന്നവരെ, കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ, അത്തരം ആളുകളെ ഓരോരുത്തരെ മത്സരിപ്പിച്ചു നോക്കുക. ഈ മത്സരത്തിനൊക്കെ ചിലപ്പോഴൊക്കെ ചില ഭൂരിപക്ഷം കുറയ്ക്കാൻ ആ തരത്തിലേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ വർഷം PV അൻവറാണ് മത്സരിച്ചത്. നിലമ്പൂർ MLA ആയിരിക്കുന്ന സമയത്താണ് PV അൻവർ മത്സരിച്ചത്. അബ്ദുൾ റഹ്മാൻ മത്സരിച്ചു, അതിന് തൊട്ടുമുമ്പ് മത്സരിച്ചു, മന്ത്രിയായിരുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മത്സരങ്ങൾ, ഇത്തവണയും അത്തരം ഒരു മത്സരത്തിൽ തന്നെയാണ് CPM-ഉം ഇടതുമുന്നണിയും നേതൃത്വം നൽകുന്നത്. അത്തരം ഒരു മത്സരത്തിന്റെ പ്രത്യേകത, ഇത്തവണ ഹംസയെ മത്സരിപ്പിക്കുമ്പോൾ ഹംസയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന ഒരു വലിയ പ്രത്യേകത കൂടി. പാർട്ടി ചിഹ്നം സാധാരണ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല CPM. എനിക്ക് തോന്നുന്നു 77-ന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ അങ്ങനെ ഒരാൾ CPM-ന്റെ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റു നക്ഷത്രത്തിൽ മത്സരിച്ചിട്ടില്ല. TK ഹംസ മത്സരിച്ചപ്പോഴും പാർട്ടി ചിഹ്നത്തിലായിരുന്നില്ല. TK ഹംസ മത്സരിച്ചത് മഞ്ചേരിയിൽ മത്സരിച്ചത്, പൊന്നാനിയിലല്ല. പൊന്നാനിയെ സംബന്ധിച്ച് മഞ്ചേരിക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മലപ്പുറത്തായ പഴയ മഞ്ചേരിക്ക് ആ തരത്തിലേക്കുള്ള ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ല. അതിനിടയ്ക്ക് ഒരു തുടർച്ചയ്ക്ക് ഒരു ഇടിവുണ്ടായിട്ടുണ്ട്, ഒരിക്കലെങ്കിലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പൊന്നാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പൊന്നാനിയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തവണ ഒരു ലീഗുകാരനെ, ലീഗിലെ പഴയ സഹപ്രവർത്തകർ രണ്ടുപേർ തമ്മിലാണ് പോരാടുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ലീഗിനും ചെറിയൊരു ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ലീഗ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ET മുഹമ്മദ് ബഷീർ, 3 തവണ തുടർച്ചയായി ജയിച്ച ET മുഹമ്മദ് ബഷീറിനെ ഇവിടെ നിന്ന് മലപ്പുറത്തേക്ക് മാറ്റുന്നു. മലപ്പുറത്ത് നിന്ന് ജയിച്ച സമദാനിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ലീഗ് സ്ഥാനാർത്ഥികളെ വെച്ച് മാറി, പുതുമുഖ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം മണ്ഡലത്തിൽ, പക്ഷേ പരസ്പരം വെച്ച് മാറുകയായിരുന്നു. പൊന്നാനിയിൽ മത്സരിച്ച ആളെ മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നു. എന്നാൽ ലീഗിനും ഒരു ചെറിയ ആശങ്കയില്ലെങ്കിൽ സ്വാഭാവികമായും ET തന്നെ ഇവിടെ മത്സരിക്കേണ്ടതാണ്. ആ തരത്തിലേക്കുള്ള ചില സാമുദായിക സമവാക്യങ്ങളിലും ലീഗുമായി ചില മുസ്ലിം സംഘടനകൾ ഇപ്പോഴുള്ള ചില അകൽച്ചയും ഒക്കെ അതിൽ ലീഗിന് ചെറിയ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ അതിലാണ് വലിയ പ്രതീക്ഷ കാണുന്നത് CPM കഴിഞ്ഞ കാലമായി സമസ്തയുടെ ആയിട്ടൊക്കെ വലിയ തോതിൽ ബന്ധം സ്ഥാപിക്കാനും ലീഗും സമസ്തയും രണ്ടായി കണ്ടുകൊണ്ട് തന്നെ സമസ്തയുടെ നേതാക്കളുമായി നേരിട്ട് മുഖ്യമന്ത്രി അടക്കം ചർച്ച നടത്താനും അവരുടെ ആവശ്യങ്ങളിൽ അവരെ മാത്രമായി ചർച്ചയ്ക്ക് വിളിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. ആ തരത്തിലേക്കൊക്കെ ചില വിമർശനങ്ങൾ കൂടി സമസ്തയുടെ ഭാഗത്തു നിന്ന് ലീഗിനെതിരെ വരുന്നു. പക്ഷേ വോട്ടൊക്കെ വരുമ്പോൾ പലപ്പോഴും വിമർശനങ്ങളൊക്കെ വരുന്നെങ്കിലും വോട്ട് വരുന്ന ഘട്ടത്തിലൊക്കെ ലീഗ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് സമസ്തയുടെ വോട്ട് പൂർണ്ണമായും തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വോട്ടിനെ ബാധിക്കില്ല എന്നുള്ളത് ഒരു ഉറച്ച വിശ്വാസം ലീഗിനുണ്ട്. പക്ഷെ അവിടെയും ഒരു ചെറിയ ആശങ്ക ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി മാറി. സമദാനിയെ സംബന്ധിച്ച് ET മുഹമ്മദ് ബഷീറിനേക്കാൾ കുറെ കൂടി സ്വീകാര്യനാണ്. സമദാനിയുടെ നാട് കൂടിയാണിത്. സമദാനി ഈ മണ്ഡലത്തിൽ പെടുന്ന ആളാണ്. പ്രത്യേകിച്ച് മറ്റു വിഭാഗങ്ങൾക്കിടയിൽ കൂടി കുറെ കൂടി സ്വാധീനം ഉള്ള ലീഗ് നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു മികച്ച പ്രഭാഷകൻ, വാഗ്മി എന്ന നിലയിലൊക്കെയുള്ള സ്വാധീനം കൂടി ഉള്ള ആളാണ്. അതേ ആളിനെ നേരിടാൻ വേണ്ടിയാണ് ഹംസ വരുന്നത്. ഹംസ വരുമ്പോഴും ഹംസയ്ക്ക് ലീഗ് രാഷ്ട്രീയത്തിന്റെ എല്ലാവിധ കളികളെ കുറിച്ചും നന്നായി അറിയാം. ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്
ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. ആ തരത്തിലേക്കൊക്കെ ലീഗിന്റെ എല്ലാ തരത്തിലും ഏതൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെയാണ് ലീഗ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ വിവിധ സാമുദായിക സംഘടനകളുമായി, മുസ്ലിം വിഭാഗത്തിൽ തന്നെ സാമുദായിക സംഘടനകളുമായി എങ്ങനെയാണ് ലീഗിന്റെ ബന്ധം സ്ഥാപിക്കുന്നതെന്നൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഹംസ മത്സരത്തിന് വേണ്ടി CPM നിയോഗിച്ചിട്ടുള്ളത്. ഹംസ പഴയ കിരൺ പറഞ്ഞ പഴയ ലീഗുകാരനാണ്. KS ഹംസ ലീഗുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്ന് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. KS ഹംസയെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ, അതായത് CPM ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മളുള്ളത് KS ഹംസയുടെ വീടിന്റെ പരിസരത്താണ്. ഇതൊരു ഒരു ഹൗസിംഗ് കോളനിയാണ് അല്ലെ. ഹൗസിംഗ് കോളനിയുടെ പരിസരത്താണ്. അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത്. രാവിലെ മുതൽ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങാൻ പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മളോട് കുറച്ച് സമയം സംസാരിക്കാമെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ പ്രചരണ സമയത്ത് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ, ഇപ്പോൾ EDയുടെ വരവ് പോലും, ഇപ്പോൾ ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ ലീഗിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ വരവ് പോലും ചർച്ചയാക്കിക്കൊണ്ടാണ് മണ്ഡലത്തിൽ ഹംസയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഹംസ ശക്തനായ നേതാവായിരുന്നു ലീഗിൽ. നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ലീഗുകാരുമായി ബന്ധപ്പെട്ടുണ്ടായതിനെ തുടർന്നാണ് ലീഗിനുമായി ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നു. തുടർന്ന് LDF ക്ഷണിക്കുന്നു മത്സരിക്കാൻ. പൊന്നാനി പോലൊരു പ്രദേശത്ത് പൊന്നാനിയിൽ മത്സരിക്കാൻ ഹംസ തയ്യാറാകുന്നു. അവിടെ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒട്ടും പുറകോട്ടല്ല ഹംസ എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് ഹംസ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്യും. ഹംസ ലീഗിന്റെ ഒരു വലിയ ശബ്ദമായിരുന്നു, ഒരു വ്യവസായിയാണ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാൾ കൂടിയാണ് അല്ലേ. രഞ്ജിത്ത്, അതിനകത്ത് എനിക്ക് അതിനേക്കാൾ കൂടുതലൊരു മാറ്റമായി എനിക്ക് തോന്നുന്നത്, ഹംസയെ ഇതുവരെയും അങ്ങനെ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുമ്പോൾ പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത്. പൊതുവെ CPM വിലയിരുത്തിയിരുന്നത് ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഇങ്ങനെ ഒരു ലീഗിന്റെ ഒരു കോട്ടയിൽ അവിടെ വോട്ട് കിട്ടാൻ പ്രയാസമാണ്. അരിവാൾ ചുറ്റി നക്ഷത്രത്തിലൊക്കെ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്ന ലീഗുകാരുടെ എണ്ണം കുറവായിരിക്കും. സ്വാഭാവികമായി കോണിയിൽ തന്നെ വോട്ട് ചെയ്ത് ശീലിച്ചവരാണ്. അങ്ങനെ അത് മാറ്റിക്കൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എത്രയോ കാലമായി ഓരോ സ്ഥലത്തെയും പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് സ്വന്തം ചിഹ്നത്തിൽ, അതിപ്പോൾ ഏത് പാർട്ടിയായാലും ആ പ്രവർത്തകർക്ക് സ്വന്തം ചിഹ്നത്തിൽ, ലീഗുകാർക്ക് കോണി അല്ലാതെ മറ്റൊരു ചിഹ്നത്തിലേക്ക് ഒരാൾ മത്സരിക്കും എന്ന് പറയുമ്പോൾ ആ കോണിയോട് ലീഗുകാർക്കുള്ള വൈകാര്യത, അതുപോലെ ഇവിടുത്തെ CPMകാർക്കായാലും അരിവാൾ ചുറ്റു നക്ഷത്രത്തിൽ ഒരാൾ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതിനോടുണ്ടാകുന്ന ഒരു വൈകാര്യതയൊക്കെ ഉണ്ട്. അതൊരു അധിക പ്രവർത്തനം സാധാരണ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. കാലങ്ങളായി ജയിക്കാൻ കഴിയാത്തൊരു സ്ഥലം. 2004 UDF അമ്പെ തകർന്ന് തരിപ്പണമായി വീണ സമയത്ത് പോലും പിടിച്ചു നിന്ന സ്ഥലമാണ് പൊന്നാനി എന്നത് ആലോചിക്കണം. അന്ന് മറ്റെല്ലാ ലീഗിന്റെ കോട്ടകളൊക്കെ തകർന്ന് വീഴുമ്പോഴും പിടിച്ചു നിന്ന സ്ഥലമാണ് പൊന്നാനി. ആ ഒരു പൊന്നാനി ബെനാത്ത് പോലെയൊക്കെ 7 തവണയാണ് ബെനാത്ത് പോലെ വിജയിപ്പിച്ചത് നൽകണം. പിന്നെ അഹമ്മദ് പ്രതാപ്, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, അങ്ങനെ ലീഗിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള, ദേശീയ തലത്തിലൊക്കെ ഉള്ള ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കൾ മത്സരിച്ചിരുന്ന മണ്ഡലമാണ്. നേരത്തെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാളായ ET മുഹമ്മദ് ബഷീറാണ് മത്സരിച്ചിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ആ തലത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉയർന്ന നിലയിലെത്താൻ ആ സീനിയോറിറ്റിയൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ് അബ്ദുൽ സമദ് സമദാനി. ആ സമദാനിയെ ലീഗ് അവതരിപ്പിക്കുന്നു. ആ സമദാനിയെ നേരിടാൻ, സമദാനിയുടെ നാട്ടിൽ സമദാനി വരുമ്പോൾ സമദാനിയെ നേരിടാൻ വേണ്ടി ലീഗുകാരനെ തന്നെ ഇറക്കുന്നു. ആ ലീഗുകാരന് പാർട്ടി ചിഹ്നം നൽകുന്നു. അങ്ങനെ പാർട്ടിക്ക് കിട്ടുന്ന വോട്ട്, ലീഗിന്റെ എതിർ വോട്ട് മാത്രമല്ല ലഭിക്കേണ്ടത്, പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് കൂടി ഇതിലേക്ക് എത്തിക്കണം, പാർട്ടി വോട്ടുകൾ കൂടി എത്തിക്കണം. അങ്ങനെ പാർട്ടി ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഗ് വിമതരുടെ ഭാഗത്ത് നിന്ന് വോട്ട് ലഭിക്കാത്തൊരവസ്ഥയില്ല, അല്ലെങ്കിൽ ഇതുവരെ നടത്തിയ പരീക്ഷകൾ വിജയിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടി ചിഹ്നം ഒഴിവാക്കി നടത്തിയ പരീക്ഷകൾ വിജയിച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ പോര്, അല്ലെങ്കിൽ രാഷ്ട്രീയം കുറെ കൂടി ശക്തമായ വിഷയമാവാനുള്ള സാധ്യത കൂടിയുണ്ട്. മറ്റേ പൊതു സ്വതന്ത്രനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കട്ടി രാഷ്ട്രീയത്തിലേക്ക് മാറിയിട്ട് പൊതു സ്വതന്ത്രൻ എല്ലാവർക്കും യോജിക്കാവുന്ന ആൾ എന്നൊക്കെ തരത്തിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ നിന്ന് അതല്ല, ശരിയായ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പറയുന്നു. പ്രത്യേകിച്ച് CAA വിഷയത്തിലൊക്കെ ആരാണ്, ലീഗാണോ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചത്, അതോ CPM ആണോ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം വരുന്നു. അത്തരം പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള, CAA വിഷയത്തിലൊക്കെ വലിയ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. അവിടെ ആരാണ് കൂടുതൽ ശക്തമായി നിർത്തത്, അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു പ്രതിരോധ നിര തീർക്കുന്നത് ലീഗാണോ CPM ആണോ, ആ തർക്കമാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ തന്നെ ഈ രണ്ട് പാർട്ടികളും BJPയെ തകർക്കാൻ ഞങ്ങളാണ് കൂടുതൽ കരുത്തർ എന്ന് രണ്ടുപേരും ആവർത്തിച്ച് വാദിക്കുകയും അത് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CAA ഒരുപാട് പ്രചരണ വിഷയമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി. ഇന്നലെ ഞങ്ങൾ കോഴിക്കോടായിരുന്നു. നമ്മൾ ഈ ഗോധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിവാസികളുടെ അഭിപ്രായം കേൾക്കുക, കോഴിക്കോട്ടെ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയൊക്കെ ആയിരുന്നു. അവിടെ CAA തന്നെയാണ് വളരെ പ്രധാനമായും വോട്ടർമാരെ എടുത്തു കാട്ടുന്നത്. ആരാണ് CAA പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം പാർലമെന്റിലടക്കം നടത്തിയത്? CPMന്റെ ഏക MLA ആണോ, CPMന്റെ ഏക MP ആണോ, അതോ 19 MPമാരുള്ള UDF ആണോ എന്നുള്ള ചോദ്യം പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. അതിൽ വാദപ്രതിവാദങ്ങളുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ വാദങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ CAA ഒരുപാട് പ്രചരണ ആയുധമാകുന്ന മണ്ഡലങ്ങളിൽ കൂടി തന്നെയാണ്, ഈ മലബാറിലെ പ്രധാന മണ്ഡലങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്.